ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് 1 kg അളവിൽ വരുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അന്ന് വേറെ 2 ഓർഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു. 1 kg അളവിൽ വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റും 1/2 kg അളവിൽ വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് രാവിലെ കിട്ടിയത് തലേന്ന് തന്നെ ചെയ്തതായിരുന്നു. അപ്പോൾ തന്നെ ഇത് രാവിലെ കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പണിയൊക്കെ ഏകദേശമൊക്കെ തീർത്തതിന് ശേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കലും കൂടെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞ ടൈമിൽ കേക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അവനും വൈഫും കൂടെ അത് കട്ട് ചെയ്യുന്ന സീനൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയാൻ പോവുകയാണ്. എന്നോട് 2-3 ദിവസമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വം പറയാത്തതല്ല, മറന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മറക്കുന്നതിന് മുൻപേ തന്നെ പറയുകയാണ്, ഷഹാന എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ കൂട്ടുകാരിക്ക് ഒരു ബിഗ് ഹായ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ആ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ക്രസ്റ്റ് ക്രംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/4 കപ്പ്. അപ്പോൾ 1/4 കപ്പാണ് കോൺഫ്ലോറും കൊക്കോ പൗഡറും ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് കൂടെ, ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം, നിർബന്ധമൊന്നുമില്ല, ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് ആ വിസ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കമ്പൈൻ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുക്കുന്നത്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 മുട്ട വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാലൊക്കെ ചേർക്കണം. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന അളവിലേക്ക് പാലിൻ്റെ ആവശ്യമില്ല, 4 മുട്ട യൂസ് ചെയ്തുകൊണ്ട് തന്നെ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒരു 40 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിക്കാത്തത് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് എടുത്തില്ല. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ചേർക്കുന്നുണ്ട്, ഓവർ മധുരമാവേണ്ട. ഞാൻ ഷുഗർ സിറപ്പിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷോ കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഓവർ മധുരമാവേണ്ടെന്ന് വെച്ചിട്ടാണ് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ആ ഓയിൽ നന്നായിട്ട് മിക്സായി നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് നന്നാവില്ല, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം സാവധാനം ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും കട്ടയില്ലാതെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ടോ ചെയ്തെടുത്താൽ മതി. നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലഫിനെസ് പോവാതെ വേണം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കുത്തി ഇളക്കിയിട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 8 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ചുറ്റി കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് ഓവനിലാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊരു 20-25 മിനിറ്റ് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചറിനനുസരിച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ബേക്കായി കിട്ടിക്കോളും. അപ്പോൾ അത് നമുക്ക് ബേക്കായതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ബേക്കാവുന്ന സമയത്ത് ഞാനിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 200 ഗ്രാം ചോക്ലേറ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 200 ഗ്രാം ചോക്ലേറ്റിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമായിട്ട് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ട്രഫിൾ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ട്രഫിളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗനാഷ ഒഴിക്കാൻ, അതുപോലെ മുകൾ ഭാഗത്തൂടെ ഒഴിക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമ്മുടെ ക്രീമിലും കുറച്ച് ഗനാഷ് ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം തന്നെ ചെയ്തെടുക്കുക. ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ക്രീമിലേക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഐസ് ശരിക്കും അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഐസ് കറക്റ്റ് ശരിക്കും പോയതിന് ശേഷം ബീറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും സ്റ്റിഫായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഞാൻ ഇവിടെ മൈക്രോവേവ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ബോയിൽ ചെയ്താലും മതി. ഞാനിപ്പോൾ ഓവനിൽ നിന്ന് മൈക്രോവേവ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് കേക്കൊക്കെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് ലെയറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 ലെയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ലെയറാക്കി എടുക്കാമെന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐസ് ക്രിസ്റ്റൽസൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. കംപ്ലീറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എത്രയാണോ ടേസ്റ്റ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര വേണം അതിനനുസരിച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക, അത് മിക്സ് ആകുന്ന രീതിയിൽ. പിന്നെ ഇത് ഈ ഒരു ക്രീം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ അതിൽ എയർ ബബിൾസൊക്കെ കടന്നുവിടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമായിട്ടാണ് നമുക്ക് കിട്ടുക. പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 12 ഇഞ്ചിൻ്റെ ബേസായിട്ട് എടുത്തിട്ടുള്ളത്. 10 ഇഞ്ചിൻ്റെ ബേസ് എടുത്താലും മതി. അപ്പോൾ അതിൻ്റെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഷുഗർ സിറപ്പിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേക്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവർ മധുരം ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു പെല നൈഫ് ഉപയോഗിച്ചിട്ടാട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും നിർബന്ധമൊന്നുമില്ല. ചോക്ലേറ്റ് ചിപ്സ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചേർത്തുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കണം നിർബന്ധം. ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. പിന്നെ ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കുക. ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ 2ാമത്തെ ലെയറും വെച്ചു. ചോക്ലേറ്റ് ഗനാഷൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 3rd ലെയറും വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്രം കോട്ടിങ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ലെവലാക്കി എടുക്കുക. സൈഡൊക്കെ ഒന്ന് ഒരു ഇത് വെച്ചിട്ടൊന്ന് ലെവലാണോ എന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങിയിട്ടും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കും. ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ നിൽക്കാറുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് തന്നെ ക്ലീൻ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. എന്നിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. ക്രം കോട്ടിങ് ചെയ്യുമ്പോഴേക്കും ആദ്യം തന്നെ ക്രീം നമുക്ക് മുകൾ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലേക്കൊക്കെ ഇറങ്ങി വരുമല്ലോ, അതൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ കൂടുതൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ആ ഒരു ക്രംസ് ഒന്നും കാണാത്ത രീതിയിൽ, കേക്കിൻ്റെ ക്രംസ് ഒന്നും കാണാത്ത രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അപ്പോഴും ഞാൻ ആദ്യം മുകൾ ഭാഗത്താണ് ക്ലീൻ ആക്കി എടുക്കാം. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ലെവലാക്കിയ ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളതാണ്. നമ്മളിത് 1 kg ആണെന്നൊക്കെ പറഞ്ഞല്ലോ, പക്ഷേ അത് ചെയ്ത് വരുന്ന സമയത്ത് 1.5 kg ഒക്കെ വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഇതിലേക്ക് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ 1 kg ഉണ്ടാക്കിയാലും ഒരു 1.5 kgയിലൊക്കെ ഇത് വരും. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. എല്ലാ വീഡിയോയിലും റേറ്റ് പറയാനൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം നമ്മൾ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടല്ലേ ചെയ്തെടുക്കുക.
അപ്പോൾ ഫ്രോസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പം മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്രയും ടൈം ഇരിക്കുന്ന സമയത്ത് ഈ ഗനാഷ് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ ഇത് ഒഴിക്കുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിലൊരു 10-15 മിനിറ്റ് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രീസറിൽ കേട്ടോ 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല സെറ്റായിട്ട് കിട്ടും. ഇത് കറക്റ്റ് അളവാണ്. അപ്പോൾ നമ്മൾ കൂടുതലാവുമ്പോൾ കുറേ ഒലിച്ചു പോകാനൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ കറക്റ്റ് അളവിലാണ് ചെയ്തത്. സൈഡിലൊക്കെ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടാണ് വലിച്ചു കൊടുത്താൽ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. അത് മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അത് ഇതിലേക്ക് ഒരു ലൈറ്റ് കളറിലുള്ള ബ്രൗൺ കളറാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മിൽക്ക് കോമ്പൗണ്ടിലുള്ളത് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലൈൻസ് ആയിട്ട് ഇട്ടിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള 3 ടൈപ്പ് സൈസിലുള്ള ഷുഗർ ബോൾസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രൗണിലേക്ക് ഈ ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വലുതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സൈഡിലൊക്കെ കുറച്ച് സ്പ്രിങ്കിൾസ് ചോക്ലേറ്റിൻ്റെ ബ്രൗൺ കളറിലുള്ള കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തും അതുപോലെ മുകൾ ഭാഗത്ത് ഇങ്ങനെ റൗണ്ടിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് വെച്ചിട്ടൊക്കെയാണ് കവർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പിന്നെ ബഫർ റോൾസ് ഒരു 3 കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് റേറ്റ് വരുന്നത് 850 രൂപ. ഞാൻ ചോക്ലേറ്റ് ട്രഫിൾ ഈ ഒരു ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഈ ഒരു ഷുഗർ ബോൾസോ അതൊന്നും ഇല്ലാണ്ട് 800 രൂപയ്ക്കാണ്. പക്ഷേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് 850 രൂപയ്ക്കാണ് ഈ ഒരു കേക്ക് സെയിൽ ചെയ്യുക. ബഫർ റോൾസ് മുകളിലായിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഞാനിവിടെ പാക്കിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ട്രഫിൾ കേക്ക് കട്ട് ചെയ്യുന്ന സീന് അവർ നമ്മുടെ കസ്റ്റമേഴ്സ് അഥവാ എൻ്റെ ഫ്രണ്ടാണ്. അവർ വീഡിയോ ഒക്കെ അയച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. നല്ല ഫീഡ്ബാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് നവാസ് എന്ന് പറയും. അവനും അവൻ്റെ വൈഫും കൂടെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ അൺബോക്സ് ചെയ്യുന്നതും എല്ലാം വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ അന്ന് കുറേ പേര് യാദൃശികമായിട്ട് വന്നിട്ടുണ്ട്, അവരുടെ റിലേറ്റീവ്സൊക്കെ. അപ്പോൾ എല്ലാവരും കൂടെയാണ് കട്ട് ചെയ്ത് കഴിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ടൊക്കെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീനാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്